പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു ശിവലിംഗം ഇല്ല. അതായത് 8 ശിവലിംഗങ്ങൾ ഇതിന്റെ ഉള്ളിലിരിക്കുകയാണ്. നമ്മൾ 2017 ചെയ്ത ശിവലിംഗം ആദ്യം ഇരിക്കുക, 2019 രണ്ടാമത്, ഇങ്ങനെ 20, അങ്ങനെ 8 ശിവലിംഗങ്ങൾ ഇതിന്റെ അകത്ത് ഉള്ളിലിരിക്കുകയാണ്. 2125 പ്രതിഷ്ഠ നടക്കും എന്ന് പറഞ്ഞത് നമ്മൾ ഹൈന്ദവരാണ്. ഹൈന്ദവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2125 ശിവരാത്രി നാളിലാണ് അത് ചെയ്യാൻ പറ്റും. 2125 ശിവരാത്രി നാളിലാണ് പ്രതിഷ്ഠ. 125 36 അടി ഹൈറ്റ് ആവും. 3.5 നില കെട്ടിട 125 36 അടി ഹൈറ്റ് ആവും. 36 അടി ഹൈറ്റ് ആകുമ്പോൾ 3 നില കെട്ടിടത്തിന് മുകളിലാവും ലിംഗം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇത് സ്ഥലം എന്ന് പറയുന്നത് കിണറാണ്. ഈ കിണറ്റിനകത്ത് നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. സ്വർണവും വെള്ളിയും ഇതിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഭക്തന്മാർ 1 ഗ്രാം 2 ഗ്രാം എന്ന് വെച്ചാൽ അവരെ കണക്കിൽ അന്ന് 108 വർഷമാകുമ്പോൾ ആ മുഖം ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്നാണ് സ്വർണം എടുക്കാനുള്ളത്. ശിവം എന്ന മഹാതത്വത്തെ ആരാണോ ഉള്ളിലേക്കെടുക്കുന്നത് അവർ സ്വയം ശിവനായി മാറുന്നു എന്നാണ്. അവിടെ വേർതിരിവുകളില്ല. ഒന്നും മറ്റൊന്നായി ഭവിക്കുന്നില്ല, ഒന്നായി മാത്രം, ശിവനായി മാത്രം ഭവിക്കുന്നു. ശൈവാരാധനയുടെ എല്ലാ തത്വങ്ങളും മുഴങ്ങിക്കേൾക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ പോയിരിക്കുന്നത്, ഒരു ബാലാലയത്തിൽ. സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ ബാലാലയം എന്നാൽ കഷ്ടിച്ചൊരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ബാലാലയം പൂർത്തിയാക്കി പ്രതിഷ്ഠ യഥാർത്ഥ ശ്രീകോവിൽ നടക്കണമെന്നാണ് കണക്ക്. എന്നാൽ 2018 മുതൽ ഏതാണ്ട് 2125 വരെ ഈ ബാലാലയം ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് 2125-ലാണ്. അതായത് ഇനിയും 99 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഇവിടെ കേൾക്കുന്നതെല്ലാം വിശേഷമാണ്. മഹാശിവലിംഗ ഘോഷയാത്ര, ഇത് കേട്ടുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഈ ഘോഷയാത്രയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീയെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കൃഷ്ണശ്രീ നമ്മളുടെ ഒരു ഹൈന്ദവരുടെ ഒത്തുചേരൽ അല്ലെങ്കിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ ഒത്തുചേരലുകളിലും എല്ലാ തരത്തിലും ഒരു സമർപ്പണത്തോടു കൂടി ഒപ്പം ഉണ്ടാകുന്ന ആളാണ്. ഞങ്ങൾ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ തിരുമുന്നിൽ വെച്ചിട്ടാണ് ആദ്യം പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് പിന്നീട് പ്രയാഗ്രാജിലെ കുംഭമേളയുടെ സമയത്ത്, പിന്നെ പലയിടത്തായി ഞങ്ങൾ വീണ്ടും വീണ്ടും കാണുകയും. അപ്പോൾ പലയിടത്തും പലപ്പോഴും നമ്മൾ യാത്രയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും, പല ഇതുപോലുള്ള ഒത്തുചേരലുകൾ, സത്സംഗങ്ങൾ, പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള പൂജകൾ, യജ്ഞങ്ങളൊക്കെയും പലപ്പോഴും കൃഷ്ണശ്രീയിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ കൃഷ്ണശ്രീ മഹാശിവലിംഗ ഘോഷയാത്ര എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായൊരു ഘോഷയാത്ര അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്ന പോലെ ഒരു ഘോഷയാത്രയുടെ അന്തരീക്ഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് മനസ്സിൽ കരുതിയത്. പക്ഷേ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളോളം നിലനിൽക്കുന്ന അല്ലെങ്കിൽ കാലങ്ങളായി നമ്മൾ പിന്തുടർന്ന് വരുന്ന പല സമ്പ്രദായങ്ങളെയും ഒന്നുകൂടി പുതിയ കാലത്ത് വായിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയട്ടെ. ഒരു ശിവലിംഗ ഘോഷയാത്ര, മഹാശിവലിംഗ ഘോഷയാത്ര അല്ലെങ്കിൽ മഹാലിംഗ ഘോഷയാത്രയുടെ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ശ്രീ സുധിയും അജിയും, അവർ രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ട്. ഇതുകൂടാതെ ഈ ഒരു ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയും എന്നാൽ അതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട അറിവ് ഏറ്റവും നന്നായി നമുക്ക് പകർന്നു തരുവാനാകുകയും ചെയ്യുന്ന ശ്രീ ഗോപാൽജിയും നമ്മളോടൊപ്പം ഉണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടക്കം മുതൽ കൂടെ ഉണ്ടായിരുന്നവർ വളരെയേറെ പേരുണ്ട്. അവരെല്ലാവരും ഇവിടെ അവരുടെ മനസ്സുകൊണ്ട് സാന്നിധ്യമായിട്ടുണ്ട്. നമുക്ക് കേൾക്കാം എന്താണ് മഹാലിംഗ ഘോഷയാത്ര. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഘോഷയാത്രകൾ എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഘോഷയാത്ര നടത്തുന്നു, കുറച്ച് പേർ ഒത്തുചേർന്നു ഒരു ദേശത്ത് നിന്ന് ഒരു ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. അതിപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജ്യോതിർലിംഗങ്ങളെല്ലാം കാണുന്ന യാത്ര, ഇതൊക്കെ സംഭവിക്കാവുന്നത്. പക്ഷേ അതല്ല ഈ കേട്ടതിലെല്ലാം വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കി. അപ്പോൾ എന്താണ് അത് പ്രേക്ഷകർക്ക് കൂടി, നമ്മളുടെ കേൾക്കാനിരിക്കുന്നവർക്ക് കൂടി വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു മഹാലിംഗ ഘോഷയാത്രയിലേക്ക് നമ്മൾ എത്തിയത്? ഹരഹര മഹാദേവ്, ഹരഹര മഹാദേവ്, ഹരഹര മഹാദേവ്. സർവശക്തനായ ശ്രീ പരമേശ്വരൻ എന്നാണല്ലോ പറയുന്നത്. അങ്ങ്
ഹിമാലയത്തിൽ ശിവൻ വടക്കോട്ട് നോക്കി നിൽക്കുന്നു എന്നാണ്. പക്വത വന്ന പ്രായമായ ഒരു ശിവൻ കൈലാസത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു വടക്കോട്ട്. തെക്ക് നിന്ന് വടക്കോട്ട് ശിവനെ നോക്കിക്കൊണ്ട് കന്യാകുമാരി ദേവി നിൽക്കുന്നു. ഇതിൻ്റെ രണ്ടും ഇടയിലാണ് ഭാരതത്തിൻ്റെ നിൽപ്പ്. ഭാരതത്തിൻ്റെ അമ്മയായി കാണുന്നത്. അമ്മയുടെ മക്കളാണ് എല്ലാവരും. ശൈവരെ സംബന്ധിച്ചിടത്തോളം, വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം, ശക്തരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിനും പ്രാധാന്യമുള്ള പ്രദേശം അത് ഭാരതമാണ്. അതുകൊണ്ടാണ് പുല്ലായെങ്കിലും ഈ മണ്ണിൽ പുലരാൻ പുണ്യമുദിച്ചെങ്കിൽ എന്ന മഹത്വചനം ഭാരതത്തെക്കുറിച്ച് പറയുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഭാരതം. ആ ഭാരതത്തിൽ നമ്മൾ ഓർക്കണം, ഇന്ന് കേരളത്തിൽ കന്യാകുമാരിയിലേക്ക് വെറും 89 കിലോമീറ്റർ മാത്രമേ ഓടുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് തിരുവനന്തപുരത്ത് ഗ്രാമമായി നേരത്തെ നിലനിന്നിരുന്ന ഈ പ്രദേശം. ഈ പ്രദേശത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ ഈ സ്ഥലത്താണ് ഈ ശിവലിംഗ മഹാഘോഷയാത്രയുടെ ഈ പ്രതിഷ്ഠ നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കൈമനത്തേക്ക് പോകുമ്പോൾ, കൈമനം ഏതാണ്ട് എത്താറാകുമ്പോൾ അല്ലെ, പാപ്പനംകോട് എത്തേണ്ട കൈമനം, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൈമനം ജംഗ്ഷന് 120 മീറ്റർ ഏകദേശം ആ സ്ഥലമാണിത്. ദേശീയപാതയ്ക്ക് ഓരത്ത് തന്നെ നമുക്ക് കാണാം. പ്രധാന കന്യാകുമാരി, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാന പാതയുടെ ഓരത്ത് തന്നെ നമുക്ക് കാണാം ശിവലിംഗ ഘോഷയാത്ര. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 108 വർഷമാണ്, ഇനി 99 വർഷം. അപ്പോൾ ആ 99 വർഷത്തെ ആരൊക്കെ ജീവിക്കുന്നൊന്നും അതല്ല ആധികാരികത. ആ സമയത്ത് ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചാണ് അതിൻ്റെ ആധികാരികത വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഇതിൽ അഭിഷേകം ചെയ്യാം. അഭിഷേകമാണ് പ്രധാനമായിട്ടുള്ളത്. എല്ലാവർക്കും തൊടാം. അത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അധാർമികമാണ്. ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ആർക്കും തന്നെ അതിൽ വലിയൊരു പ്രാധാന്യം കൂടിയുണ്ട്. സർവശക്തനാണ് പരമേശ്വരൻ എന്നുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അതേപോലെ തന്നെ സർവശക്തിയും ആർജിക്കുന്ന ഒരു ജനത ഭാരതത്തിലും. ആ ഭാരതം ലോക ഗുരുസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ലോക ഗുരുസ്ഥാനത്തായിരുന്നു. അതിൽ പരമേശ്വരൻ്റെ കഴിവ് അപാരമാണ്, അത്യത്ഭുതകരമാണ്. കാരണം ഹിമാലയ സാനുക്കളിലാണ് ഋഷീശ്വരന്മാർ ഏറ്റവും കൂടുതലുള്ളത്. ഋഷിപുങ്കവന്മാർ അവർ മുഴുവൻ അവിടെ നിന്നിട്ടാണ് ലോകത്തെ നോക്കിക്കണ്ടത്. ഇന്ന് നമ്മൾ റേഡിയോയെക്കുറിച്ചിട്ട്, ടെലിവിഷനെക്കുറിച്ച് ഇതെല്ലാം പറയുന്ന സമയത്ത് ഇതൊന്നുമില്ലാത്ത കാലത്ത് ലോകത്തിനെ മുഴുവൻ ആ ഹിമാലയത്തിൽ അവിടെ നിന്നുള്ള സന്യാസിശ്രേഷ്ഠന്മാരോ ഋഷിമുനിമാരോ അവർ കണ്ടുകൊണ്ടിരുന്നിരുന്നു. അവരതിനെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു, ഞാനിതിന് മനസ്സിലാക്കിയോടത്തോളം അതേപോലെ ശക്തി പകരുന്ന സകലതും തോന്നിപ്പിക്കുന്ന 108 വർഷം എന്ന് പറയുന്ന സമയത്ത് പലർക്കും ഇപ്പം ചിന്തിക്കാൻ സാധിക്കാത്ത 108 വർഷത്തിന് ശേഷം ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തുക എന്ന് പറഞ്ഞാൽ അതെത്ര മീറ്റർ ഉയരത്തിലാണ് നമ്മൾ ഓർക്കണം. ഈ സ്ഥലമൊന്നും തികയാതെ വരും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. ആ വിധത്തിലുള്ള ഒരു പ്രത്യേകത മറ്റൊരു സ്ഥലത്തും കാണാത്തതാണ് ഇവിടെ കാണുന്നത്. ഇത് മാത്രമാണോ? 12 ജ്യോതിർലിംഗങ്ങൾ സന്ദർശിച്ചു. 12 ജ്യോതിർലിംഗങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ്. ഇതിലെല്ലാം ഭാരതത്തിൻ്റെ ഏകത്വ ശങ്കരാചാര്യ സ്വാമികൾ, ആ സ്വാമികളുടെ ദർശനം ഇതിൽ വളരെയധികമുണ്ട്. ഭാരതത്തെ ഒന്നായി കാണാൻ വേണ്ടി പുരി, ദ്വാരക, ശൃംഗേരി, ബദരിനാഥ് 4 മഠങ്ങൾ സ്ഥാപിച്ചു. അതേ ശങ്കരാചാര്യരെ തന്നെയാണ് നീ മനുഷ്യനല്ലേ എന്നുള്ള ചിന്താഗതിയോടുകൂടി കുറച്ചൊരു അഹങ്കാരം വന്നപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടത് ഒന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതേ കാഴ്ചപ്പാടാണ് നമുക്കെല്ലാവർക്കും ചിലപ്പം ചിലർക്ക് നിസ്സാരമായിട്ട് തോന്നും. ഒരു മഹത്തായ കാഴ്ചപ്പാടല്ലേ, മഹത്തായ ചിന്തയല്ലേ അത്. ആ ചിന്തയ്ക്ക് ഉടമകളായിക്കൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനം മുഴുവൻ നടക്കുന്നത്. എല്ലാവർക്കും വരാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിൽ തന്നെ ചതുർമുഖങ്ങളായിട്ടുള്ളൊരു സങ്കല്പമുണ്ട്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ ആ ചതുർമുഖങ്ങളിൽ. അപ്പം ആരും വേറെയല്ല. ബ്രഹ്മസ്ഥാനത്തിലെ അതെ, അവിടുത്തെ അതേപോലെ തന്നെയാണ്. എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വരാം, എല്ലാവർക്കും അവരുടെ ചിന്ത ഇവിടേക്ക് വയ്ക്കാം. പല അനുഭവങ്ങളും പലർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ കൃത്യമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അനുഭവങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട്.
ആ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞതാണ്, ആരും പറഞ്ഞതല്ല, നമ്മൾ ചോദിച്ചറിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൽ ചില ആൾക്കാർ സ്വയം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചില അഭിഷേകം നടത്തി, അവർക്കത് നടക്കുന്നു. മക്കളേതാ ചില ആൾക്കാർക്ക് മക്കളുണ്ടായ സംഭവങ്ങൾ അവരാഗ്രഹിച്ചുകൊണ്ട് അഭിഷേകം നടത്തിയ സമയത്ത് IPS കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാൾക്ക് IPS കിട്ടിയ സംഭവം പലർക്കും അറിയാത്ത കാര്യമാണ്. ഇവരിതൊന്നും പ്രചരിപ്പിച്ചുകൊണ്ടല്ല മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ നിലയിൽ മനുഷ്യന് ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്ന, വളരെ ഭക്തിയോടുകൂടി ഭാരതത്തെ ഓർത്തുകൊണ്ട് കൂടിയിട്ട് അങ്ങ് കൈലാസത്തിൽ നിൽക്കുന്ന ശിവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതം പോകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടുന്ന് കൂടി ഉണ്ടാകും. അതിൽ നിന്ന് എല്ലാ അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിൽ തന്നെ അഭിഷേകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്ഥലത്തും അഭിഷേകം സ്വയം ചെയ്യാൻ പറ്റില്ല, അതിനൊരു മീഡിയേറ്റർ ഉണ്ടാവും. പക്ഷെ അവിടെ മീഡിയേറ്റർ വേണ്ട, തനിയെ തന്നെ ചെയ്യാം. മറ്റുള്ള ശിവലിംഗങ്ങളിൽ ഉത്തരേന്ത്യൻ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കേരളം ഒഴിച്ചിട്ടുള്ളത് തന്നെ പറയാം, സ്വന്തമായിട്ട് അഭിഷേകം ചെയ്യാം. ആ അഭിഷേകമാണ് ഇവിടെ നടക്കുക, സ്വയമായിട്ടാണ്. മറ്റെല്ലാ സ്ഥലത്തും മീഡിയേറ്റർ, അതിന് കൈക്കൂലി വാങ്ങിക്കുന്ന ആൾക്കാർ, ഇതല്ലല്ലോ. അതോടൊപ്പം തന്നെ ചിതാഭസ്മം അഭിഷേകം ചെയ്യാനുള്ളത് കാശിയിൽ പോയാൽ കാണാം, അതേപോലത്തെ ജ്യോതിർലിംഗങ്ങൾ മറ്റുള്ള സ്ഥലത്ത് പോയി കാണാം. ഇതേ കാര്യമാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. നിരവധി ആൾക്കാർ ഇപ്പം അവരുടെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവർ ഞങ്ങളുടെ മരണശേഷം ആ ഭൗതിക ശരീരം ദഹിപ്പിച്ച ശേഷം ആ ചിതാഭസ്മം ഇവിടെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞ സാധാരണക്കാരല്ല. ബുദ്ധിയും വിവരമുള്ള വലിയ വലിയ ഗായികമാർ, അങ്ങനത്തെ ആൾക്കാർ പോലും, ആ ആളുകൾ പോലും ഇവിടെ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇത് വലിയ പ്രത്യേകതയല്ലേ? ആ നിലയിൽ മുഴുവൻ സമൂഹത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, മുഴുവൻ സമൂഹത്തിനും, ഒരാൾക്ക് മാത്രമല്ല, മനുഷ്യന് മാത്രമല്ല, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഭാരതീയ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടനുസരിച്ച് നമുക്കറിയാം, ഇവിടെ അഭിഷേകം നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കാക്ക വരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ജീവികൾ വരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എല്ലാവരേക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അതിൽ എല്ലാം ഉണ്ട്. കാരണം ശൈവനാണെങ്കിലും വൈഷ്ണവനാണെങ്കിലും ശാക്തേയനാണെങ്കിലും ഇനി ഇതൊന്നുമല്ല, ഇതിനൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. ഏറ്റവും താഴെ കിടക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർക്കും ഏറ്റവും ഉന്നതനും ഒരേ സ്ഥാനം കാണാൻ ഇവിടെ സാധിക്കുകയാണ്. കൈക്കൂലി ഇല്ലാത്ത ഒരന്തരീക്ഷം, ഏതിനും കൈക്കൂലി കൊടുക്കേണ്ട കാലമാണല്ലോ, അതില്ലാത്തൊരു അന്തരീക്ഷം. അത് ശരിയാണ്. ഒരു പ്രത്യേകത കയറി വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ ശിവലിംഗ ഘോഷയാത്രയുടെ സമയത്തും ഒക്കെ തന്ത്രിമാർക്ക് ഒരു കാരണവശാലും ദക്ഷിണ കൊടുക്കരുത്, ദക്ഷിണ കൊടുക്കുന്നത് പാപമാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടല്ല ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് കൈമനത്ത് നിന്ന് കൈമനത്തിൻ്റെ ജംഗ്ഷനിൽ നിന്നൊരു 120 മീറ്റർ മാത്രം മാറിയിട്ട് മഹാശിവലിംഗ ഘോഷയാത്ര ഇത് എല്ലാ വർഷവും സംഭവിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ പ്രധാന ഘോഷയാത്ര അല്ലെങ്കിൽ പ്രധാന പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് 2125 അങ്ങനെയെങ്കിൽ ഈ 2018 ഇത്തരത്തിലൊരു കാരണം, ഇത്തരത്തിലൊരു സമ്പ്രദായം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൂജാരീതി ആരംഭിക്കാനുണ്ടായത്, അതിനുള്ള സാഹചര്യവും ചരിത്രവും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായിരുന്നു എന്നുള്ളതൊന്ന് അങ്ങ് പറഞ്ഞല്ലേ. 2017 മഹാദേവനെ നമ്മൾ ഈ യാത്രകൾ ചെയ്യുന്ന, കോവിലുകളിലോട്ട് യാത്ര ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഉജ്ജയിനി മഹാകാളേശ്വരിലോട്ട് നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്ത് അവിടുത്തെ ശിവരാത്രി നാളിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ഞാനും ഇതിൻ്റെ പ്രസിഡൻ്റായ അജി യാത്ര ചെയ്യുന്ന വേളയിൽ എൻ്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അവരോട് യാത്ര ചെയ്യുന്ന വേളയിൽ നമ്മൾ 2017 അവിടെ ശിവരാത്രി പൂജ കണ്ടിട്ട് വെളിയിറങ്ങി നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ വിശേഷാൽ പൂജ എന്ന് പറയുന്നത് ഭസ്മാരതിയാണ്. ആ ഭസ്മാരതി കാണുകയും അവിടുത്തെ ഭസ്മാരതിയിൽ പങ്കെടുക്കുകയും അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള നല്ല 18 വയസ്സുള്ള സുന്ദരി കുട്ടികൾ പാള പോലെ നെറ്റിയിൽ കുറിയിട്ടിട്ട് അവർ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമ്മളിവിടെ ഹിന്ദുക്കളായ നല്ല സുന്ദരി കുട്ടികൾ ഒരു ചെറിയ പൊട്ടുപോലും തൊടാൻ മടിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഓർത്തുപോയി.
പക്ഷെ അത് ഇവിടെ ഒരു മാറ്റം വേണം എന്നുള്ളൊരു ഇതിൽ പ്രാർത്ഥിച്ച് വെളിയിറങ്ങി ഇരുന്നു. അപ്പോൾ രണ്ടാമതും നമ്മളുടെ രാത്രി ശിവനെ പൂജ കാണാൻ വേണ്ടി കൂടെ ഉള്ള ആൾ ക്ഷണിച്ചു. അപ്പം ഞാനും ഈ പ്രസിഡന്റ് അജിയും കൂടെ നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പുറത്തൊരു വാദ്യഘോഷം കേൾക്കുകയായിരുന്നു. ആ വാദ്യഘോഷം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി അവിടെ എത്തുകയും അത് ഒരു കുതിരപ്പുറത്ത് ഒരു കല്യാണത്തിന് കൊണ്ടുവരുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അവിടെ കേരളത്തിലുള്ള ഒരു സ്വാമി അവിടെ ഉണ്ടായിരുന്നു. ആ സ്വാമിയാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ അവിടുത്തെ ഈ ചടങ്ങൊക്കെ കുതിരപ്പുറത്തുള്ള ചടങ്ങുണ്ടോ? ഇത്ര ശിവരാത്രി ഇത്രയും ആൾക്കാർ ഇവിടെ, നമ്മൾ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. കോവിലുകളിൽ ചെറിയ കുറച്ച് പേരിരുന്ന് നാമം പറയും. നിങ്ങൾ ഇതേപോലത്തെ ഒരു ഘോഷയാത്ര ചെയ്താൽ എന്ത് നിങ്ങൾക്ക്? അപ്പം നമ്മൾ അവിടെ വെച്ചൊരു ആശയം പ്രസിഡന്റ് പറയുകയുണ്ടായി. ആശയം അജിയുടെയാണ്. നമുക്കിവിടെ കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ഘോഷയാത്ര നടത്തണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവിടെ ഘോഷയാത്ര നടത്തണമെന്ന് മാത്രം അവിടെ വെച്ച് തീരുമാനിച്ചു. ഭഗവാൻ പറഞ്ഞു, ആ മണ്ണിയെ വെച്ച് തീരുമാനിച്ചു. നമ്മൾ തിരിച്ച് 2017 യാത്ര കഴിഞ്ഞു. ഇവിടെ വന്ന് ഒരു 3 മാസം കഴിഞ്ഞാണ് ഇതിനെ ഒരു കമ്മിറ്റി നമ്മൾ ഇവിടെ രൂപീകരിച്ചത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ഗണപതി ഭഗവാനെ നിമജ്ജനം ചെയ്യും പോലെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ ക്ഷേത്രങ്ങളിൽ ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് നിമജ്ജനം ചെയ്യണം എന്നുള്ള ഒരു തത്വത്തിലോട്ട് നമ്മൾ കടന്നു. അപ്പം മഹാദേവനെ നിമജ്ജനം ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് ശിവൻ്റെ നാമങ്ങൾ അറിയുകയോ ഇപ്പോഴും ശിവനാമങ്ങൾ അറിയുകയോ ശിവക്ഷേത്രങ്ങൾ അറിയുകയോ ഒന്നും ഇല്ല. നമ്മൾ വലിയ ഭക്തരല്ല. ഭഗവാനെ നമ്മൾ മനസ്സിൽ എന്താണ് ഭഗവാനെന്ന് നമുക്ക് അറിവില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു 9 ഇഞ്ചിലെ ശിവലിംഗം നമ്മൾ അന്ന് ചെയ്യുകയും അത് പ്രദക്ഷിണം വയ്ക്കുകയും 12 ശിവക്ഷേത്രങ്ങളിൽ ശിവാലയ ഓട്ടമുണ്ട്. അത് ഭാവിയിൽ പൊളിയരുതെന്ന് അന്ന് നമ്മൾ തീരുമാനം, നമുക്കറിയില്ല. പക്ഷെ അന്ന് അതിനെ അനുഗമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് 13 ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി നാളിൽ ഈ മഹാലിംഗ ഘോഷയാത്ര, അതായത് 9 ഇഞ്ചില് 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയേ കാണുന്നത്, ചെറിയൊരു ശിവലിംഗമായിട്ട് 2018 ഈ 13 ക്ഷേത്രങ്ങളിൽ പ്രദർശനം ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് കൈമനം, അതായത് നേമ ശിവക്ഷേത്രം, കാരക്കമുണ്ട ശിവക്ഷേത്രം, തളിയൽ ശിവക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം, കരകണ്ഠേശ്വരം, കിള്ളിപ്പാലം ഇങ്ങനെ കറങ്ങി നടന്നാണ് ഈ ഘോഷയാത്രയുടെ ഭക്തരും കൂടെ അനുഗമിച്ചുകൊണ്ട് മഹാദേവനെ ആദ്യമായിട്ട് ശിവലിംഗം ഘോഷയാത്ര നിങ്ങളെ ജീവിതത്തിൽ ആരെങ്കിലും കണ്ടിരിക്കുമോ? ശിവലിംഗം കൊണ്ടുപോകണത് കണ്ടിരിക്കില്ലല്ലോ. ശിവലിംഗം ആരും വെളിയിറക്കത്തില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നമ്മൾ ചെയ്തു. ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ നമുക്കൊരു അറിവുള്ളതുകൊണ്ടല്ല. അത് തെറ്റായിട്ടുള്ള ഇതുമല്ല. നമ്മൾ അങ്ങനെ 12 ശിവക്ഷേത്രങ്ങളിൽ 13ാമത്തെ ശങ്കരനും നാരായണനും കുടികൊള്ളുന്ന ചിരക്കര തമ്പുരാൻ്റെ അവിടെ കുളിപ്പിച്ചിട്ട് ബാലാലയത്തിൽ കൊണ്ടിരുത്തും. അടുത്ത വർഷം നമ്മൾ ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇത് ശിവലിംഗം അടുത്ത 1 ഇഞ്ച് 2 സൈഡും 1/2 ഇഞ്ച് വീതം വലിപ്പം കൂട്ടിക്കൊണ്ട് അടുത്ത ശിവലിംഗത്തിൽ 108 കുട്ടികളുടെ കുംഭാഭിഷേകത്തോടു കൂടിയാണ് നമ്മളിത് 3 ദിവസം, ശിവരാത്രിക്ക് 3 ദിവസം മുമ്പ് 108 കുട്ടികളുടെ കുംഭാഭിഷേകമുണ്ട്. കുംഭാഭിഷേകം ഇപ്പോൾ ചെയ്യുന്നത് ആഴിമല പോറ്റിയാണ്. എല്ലാ തന്ത്രിമാരും ആൾറെഡി ഒരുപാട് തന്ത്രിമാർ ഇവിടെ വന്ന് അഭിഷേകം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഭക്തരാണ്. നമ്മളിൽ നിന്ന് യാതൊരുവിധ ദക്ഷിണയും നമ്മൾ സ്വീകരിക്കില്ല, നമ്മളെയൊന്നും സ്വീകരിക്കില്ല. നമ്മൾ ഇവിടെ വരുന്ന ഒരു ഭക്തരിൽ നിന്നും ഒരു കുടം വെള്ളം ഒഴിക്കുന്നതിന് 1 രൂപ പോലും ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. കുറച്ച് ഭക്തർ ഇവിടെ സംഭാവനയായിട്ട് എന്തെങ്കിലും കാണിക്കപ്പെട്ടിടുന്ന പൈസ എടുത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു രസീത് പോലും ഈ 9 വർഷം കൊണ്ട്, ഈ 9ാമത്തെ ശിവലിംഗം കൊണ്ടിരിക്കുന്നത് 9 വർഷവും ഒരു പൈസ പോലും ഒരാളിൻ്റെ നിന്നും ഇന്ന് വരെ ഇവിടെ നമ്മൾ ലൈവ് പറയുന്നത്, ആധികാരികമായിട്ട് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും പറയില്ല നമ്മൾ രസീത് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടില്ല. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ശിവലിംഗം ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളും നമ്മൾ യാത്ര ചെയ്തു. അതായത് ഓരോരോ വർഷങ്ങളിലായിട്ടാണ്. ഇപ്പൊ 2018 ആദ്യമായിട്ട് ആരംഭിച്ചു. അത് കഴിഞ്ഞ് 2019, 20 ഇങ്ങനെ ഓരോരോ വർഷങ്ങളിലായിട്ടാണ് ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ രൂപപ്പെട്ട് വരുന്നത്. അതായത് ഇപ്പൊ 9 ശിവലിംഗം ഉണ്ടെങ്കിലും ഇതിന്റെ അകത്ത് ലോകത്തിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു ശിവലിംഗം ഇല്ല. അതായത് 8 ശിവലിംഗങ്ങൾ ഇതിന്റെ ഉള്ളിലിരിക്കുകയാണ്. നമ്മൾ 2017 ചെയ്ത ശിവലിംഗം ആദ്യം ഇരിക്കുക, 2019 രണ്ടാമത്, ഇങ്ങനെ 20, അങ്ങനെ 8 ശിവലിംഗങ്ങൾ
ഇപ്പൊ ഉണ്ട് ഇവിടെ. ഇതിന്റെ അകത്ത് ഉള്ളിലിരിക്കുകയാണ്. 9ാമത്തെ ശിവലിംഗമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അകത്തിങ്ങനെ ഓരോരോ വർഷങ്ങളിലെ അടുത്ത വർഷം ഈ 9ാമത്തെ ശിവലിംഗം നമുക്ക് കാണാക്കൂല. 10ാമത് ശിവരാത്രിക്ക്. അതാണ് ഇതിന്റെ 5ാമത്തെ ശിവലിംഗം. ഇന്ത്യ മൊത്തം യാത്ര ചെയ്യണമെന്ന് ഭഗവാൻ കൽപ്പിച്ചതനുസരിച്ച് 18 പേരുമായിട്ട് ഇവിടെ നിന്ന് ഭഗവാനെയും കൊണ്ട് യാത്ര ചെയ്തു. മഹാദേവൻ ആണ് നമ്മളെ കൂടെ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 12 ജ്യോതിർലിംഗങ്ങളും 12,800 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു. രാമേശ്വരം ഇവിടെ നിന്ന് 350 കിലോമീറ്റർ, അവിടെ നിന്ന് മല്ലികാർജുന എന്ന് പറയുന്നത് 1,800 കിലോമീറ്റർ, അവിടെ നിന്ന് ജാർഖണ്ഡ് ബാബ വൈദ്യനാഥ്, അവിടെ നിന്ന് കാശിയിൽ നിന്ന് നേരെ കേദാർനാഥിൽ നിന്ന് ഉജ്ജയിനി മഹാകാളേശ്വർ, അങ്ങനെ 12 ജ്യോതിർലിംഗങ്ങളും ഭഗവാൻ നമ്മളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വന്നു ചിതാഭസ്മ ആരതിയായിരുന്നു. അത് ഈ 12 ജ്യോതിർലിംഗങ്ങൾ ഇദ്ദേഹം നേരത്തെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണ്ടായി. 12 ജ്യോതിർലിംഗങ്ങളിലേക്കുമുള്ള യാത്രയിൽ ഉജ്ജയിനിൽ വെച്ചിട്ട് ഭസ്മാരതിയെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ അച്ഛനും ഒപ്പം വന്നിരുന്നു. അദ്ദേഹത്തിന് പ്രായമുള്ള മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹവും ഈ പൂജാതി കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധയുണ്ടായിരുന്നുകൊണ്ട് സുധി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛനു കൂടി ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. 12 ജ്യോതിർലിംഗങ്ങളും അവർ പൂർത്തിയാക്കി ഉജ്ജയിനിൽ എത്തുന്ന സമയത്ത്, ഈ യാത്രയുടെ ഇടവേളയിൽ തന്നെ എത്തുന്ന സമയത്ത് ഭസ്മാരതിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഭസ്മാരതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ നമ്മളെ ഉജ്ജയിനിയിൽ വെച്ചാണ് അച്ഛനോട് പറയുന്നത്, അച്ഛാ ഇവിടത്തെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് മരിക്കുന്ന ചിതാഭസ്മം കൊണ്ടാണ് ആദ്യത്തെ അഭിഷേകം ചെയ്യുന്നത്. ആ അഭിഷേകം അച്ഛൻ മരിച്ചാൽ ഇത് ചെയ്യുന്നു, മക്കളെ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ യാത്ര പൂർത്തിയായി കൊല്ലം എത്തിയപ്പോൾ അച്ഛൻ അവിടെ വെച്ച് സ്റ്റോക്ക് വരികയും അതിന്റെ 3-ന്റെ അന്ന് യാത്ര തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ഇത് ഭഗവാന്റെ ചിതാഭസ്മം ആദ്യത്തെ അഭിഷേകം, കേരളത്തിൽ ആദ്യത്തെ അഭിഷേകം മഹാദേവന് നമ്മൾ ഭഗവാനെ ഭസ്മാരതിയായിട്ട് ഭഗവാനെ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്നവര് പെട്ടെന്ന് തന്നെ ഇത് കേൾക്കുമ്പോൾ കേട്ടിരിക്കുന്നവർ മനസ്സിലാക്കുന്നത് ചിതാഭസ്മം എടുത്ത് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുമോ, അതെങ്ങനെ സാധിക്കും? കേരളത്തിൽ പലരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു തോന്നൽ വന്നിട്ടുണ്ടാകാം ഒരു പക്ഷെ ഓർത്തു നോക്കുക, ശിവലിംഗൽ എല്ലാം ലയിക്കുന്ന ശിവലിംഗലാണ്. നമ്മൾ മണികർണികാട്ടിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഓരോ മൃഗശരീരങ്ങൾക്കരികിലും ആ താരക മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന മഹാദേവനെയാണ് കാണേണ്ടതെന്നാണ് പറയാം. കാശി വിശ്വനാഥനോടൊപ്പം തന്നെ മണികർണികാട്ടിലെ അരൂപിയായിട്ടുള്ള മഹാദേവനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അന്തരകാശി ഉണരുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ മരിച്ചാലും ജീവിച്ചാലും ശവമായാലും ഒക്കെ മഹാദേവൻ തന്നെയാണ്. അപ്പോൾ ആ ചിതാഭസ്മം വേറിട്ട് നിർത്തേണ്ട ഒന്നല്ല എന്നുള്ളത് കൊണ്ടാണ് ഉജ്ജയിനിലെ മഹാകാളേശ്വരത്തിൽ അതേ ചിതാഭസ്മം തന്നെ അഭിഷേകത്തിനെടുക്കും. അപ്പം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഈ ഒരു പ്രദേശത്ത് ചിതാഭസ്മം ഒരാൾ ചിതാഭസ്മം കൊണ്ടുവന്നാൽ നമ്മൾ ഭഗവാനിൽ അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യാൻ അതിന് നമുക്ക് ഒരു കോവിലിലെ ഒരു പൂജാരി നമ്മളെ ഭക്തനാണ്, പൂജാരിയല്ല, അവർക്ക് തമിഴ്നാട്ടിൽ കോവിലുണ്ട്, അവര് മാടനെ സേവിക്കുന്നവരാണ്, അദ്ദേഹമാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യും. ആര് കൊണ്ടുവന്ന ഇത് നമ്മളെ കൂടെ ഇരിക്കുന്ന ബിജുവിന്റെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ മഹാദേവൻ, അതായത് വൃശ്ചികം 1 തന്നെയാണ് മഹാദേവനെടുക്കുകയും ആ ഭസ്മം ഇതിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും നമ്മളിവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഗായകന്റെ സഹോദരി പത്മശ്രീ ഓമനക്കുട്ടി അമ്മ ടീച്ചർ ഇവിടെ വന്ന് പത്രം തന്ന് ഇതിൽ ലയിപ്പിക്കണമെന്ന് എഴുതി തന്നിട്ടുണ്ട്. ഓമനക്കുട്ടി അമ്മ ടീച്ചറിന്റെ മകളും ഡോക്ടറാണ്. അദ്ദേഹം അവരും വന്ന് എന്നെ മരിക്കുമ്പോൾ ഭസ്മം ഇതിൽ ലയിപ്പിക്കണമെന്ന് പത്രത്തിൽ 50 രൂപ പത്രത്തിൽ എഴുതി നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ഈ നമുക്ക് ഈ ഉള്ള കാലങ്ങളിൽ മക്കൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പൂജ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല, ബലിയിടാനുള്ള സമയം കിട്ടാറില്ല ഇല്ല. പക്ഷേ നമുക്ക് ഇവിടെയാണെങ്കിൽ പിറ്റന്ന് മുതൽ അഭിഷേകം നടക്കുകയാണ്, വിളക്ക് കത്തിക്കുകയാണ്, ആരതി ചെയ്യുകയാണ്, ഒരുപാട് പൂജാകർമ്മങ്ങൾ നടക്കുകയാണ്. ബലി മഹാദേവനിലേക്ക് ലയിച്ചു എന്നുള്ളത് സത്യമില്ല, 16 വർഷ ബലിയില്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനിൽ ലയിക്കുകയാണ്. അതായത് 5 വർഷമായി നമ്മൾ അച്ഛൻ്റെ 3 വർഷമായി നമ്മൾ എന്തുമാത്രം അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പുണ്യം കിട്ടണമെന്ന് വിചാരിച്ച് ആണ് ഈ കർമ്മം ചെയ്യുന്നത്. അതായത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ ആരുമില്ല. അത് വേറൊരു കൺസെപ്റ്റും നമ്മൾ മനസ്സിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ അസ്ഥി കൊണ്ടുവന്നാൽ നമ്മൾ ഇവിടെ സൂക്ഷിക്കും സഞ്ചാനത്തിന്. അതായത് പിറ്റേന്ന് സഞ്ചാനത്തിന് അസ്ഥി ഒഴുകി പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഗൾഫിലൊക്കെ പോകണം, വരുന്നു 16 ചടങ്ങ് കഴിയും, അസ്ഥി 5 ദിവസം വലിയിടുന്നു, അന്ന് തന്നെ 16 കഴിയാതെ കൊണ്ട് അസ്ഥി ഒഴുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു. പക്ഷേ ആ ഒരു സമ്പ്രദായവും
നമുക്ക് മാറ്റണമെന്ന് നമ്മളെ മനസ്സിലുണ്ട്. അത് തന്നെ മരിച്ചവർക്ക് ചെയ്യാൻ വേണ്ടി ആരുമില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്ക് തിരക്കുകളാൽ ചെയ്യാൻ പറ്റാതെ പോയാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്. മരിക്കാൻ പോകുന്നവർക്കും അതൊരു ആശ്വാസമാണ്. ഇനി പ്രായമായ അച്ഛനമ്മമാരൊക്കെ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസരമാണെങ്കിൽ ഓർത്തുകൊള്ളുക, തിരുവനന്തപുരത്ത് കൈമനത്ത് ഈ ഒരു മഹാശിവലിംഗ ഘോഷയാത്ര, ഇത് വെറുമൊരു ഘോഷയാത്ര മാത്രമല്ല, അറിയുക കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം മാറണം, എല്ലാ രീതികളും മാറണം. എന്നാൽ മാറിക്കൂടാത്തതായിട്ടുള്ള ചിലതുണ്ട്. നമ്മൾ ചെന്ന് ചേരുന്നത് എവിടെയാണ്? സർവ്വതും ചെന്ന് ചേരുന്നത് ആ പരമാത്മാവിലാണെങ്കിൽ ആ പരമാത്മാവിലേക്ക് ചെന്ന് ചേരാൻ അതിന് വേണ്ടുന്ന വഴികൾ ഒരുക്കാൻ, മാറുന്ന കാലഘട്ടത്തിന് ഉതകുന്ന രീതിയിൽ വഴികൾ ഒരുക്കാൻ ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എന്ന് മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മഹാദേവന് നേരിട്ട് അഭിഷേകം ചെയ്ത് പറയുക. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടാവാൻ പാടില്ല. ഒരു മീഡിയേറ്ററോ ഒരു ഇവിടെ ഒരുപാട് പേര് പൂജാരിമാർ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മളിവിടെ ക്യാമറ പോലും ഒന്നും വെച്ചിട്ടില്ല, നമുക്ക് ആരും കാണുന്നില്ല. അപ്പം കൊണ്ടൊന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു. അതുകൊണ്ടാണ് ബോർഡ് എഴുതി വെച്ചത്. നമ്മൾ അല്ലെങ്കിൽ ആദ്യമേ ബൈല എഴുതിയിട്ടുണ്ട്. അന്ന് 2125 കോവിൽ പ്രതിഷ്ഠയാകുമ്പോൾ അവിടെ 6 അടി നീളത്തിൽ 3 അടി വീതിയിൽ നമ്മൾ ബൈല എഴുതിയിട്ടുണ്ട്. 2017 എഴുതിയാണ്, നമുക്ക് അറിവില്ലാതെ എഴുതിയാണ്. ദക്ഷിണ വാങ്ങിക്കാൻ പാടില്ല. അന്ന് ഇവിടെ നിൽക്കുന്ന പൂജാരിക്ക് കേരള സ്റ്റേറ്റിലെ ഏറ്റവും ഉന്നതം വാങ്ങിക്കുന്ന ശമ്പളം ട്രസ്റ്റ് കൊടുക്കണം എന്നും നമ്മൾ ബൈല എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭക്തരാണ് പ്രധാനം. ഭക്തർക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം, തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. എല്ലാവർക്കും ധാര ഒഴിക്കാനുള്ള അവസരം കൊടുക്കണം. ഇത് 125 36 അടി ഹൈറ്റ് ആവും. 3.5 നില കെട്ടിട 125 36 അടി ഹൈറ്റ് ആവും. 36 അടി ഹൈറ്റ് ആവുമ്പോൾ 3 നില കെട്ടിടത്തിന് മുകളിലാവും ലിംഗം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ശിവലിംഗം 9 ഇഞ്ച് മാത്രമുള്ള, ഇത്രയും മാത്രം ഉയരമുള്ള. ഓരോ വർഷവും അതിന് മുകളിലേക്ക് ഓരോരോ ലെയറിലേക്ക് ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പറയും ഒരു കോടി ശിവലിംഗം അല്ലെങ്കിൽ 108 ശിവലിംഗം ഒരു നിരയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നിനു മേലൊന്ന്, അതായത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പറയാറുണ്ട് 3 ശിവലിംഗങ്ങൾ ഒന്നിനു മേൽ ഒന്നായിട്ട് വെച്ചിട്ടാണെന്ന്. അതുപോലെ നവാമുകുന്ദ ക്ഷേത്രത്തിൽ 9 സാളഗ്രാമങ്ങൾ. ഇവിടെ ഇപ്പം നമ്മളിതാ ഈ കാലഘട്ടത്തിൽ കാണുകയാണ് 2018 മുതൽ ഒന്നിനു മേൽ ഒന്നായിട്ട് ശിവലിംഗങ്ങൾ വന്ന് 2125 ആകുമ്പോൾ, അന്ന് നമ്മളൊന്നും ഇല്ല, നമ്മളുടെ കുട്ടികളും ഇല്ല. എന്നാലും 2125 ശിവലിംഗം ഇവിടെ ഉണ്ടാവും. അത് വളർന്ന് 36 അടി ഹൈറ്റ് ആവും. അത് പോയിട്ട് ഇത് നമുക്ക് എല്ലാ വർഷവും 108 ബാലികാ ബാലന്മാരാണ് ഇതിൽ ഓരോ വർഷവും അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികളിൽ ഒരാളെങ്കിലും ഒരു വർഷം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മൾ കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 108 പേര് വരുന്നതിൽ ഒരാൾ എന്തായാലും കാണുമല്ലോ, അറിവുകൊണ്ടായിരിക്കുമല്ലോ ഞാനിത് ചെയ്തതാണ്. ആ അറിവിന്റെ പുറത്തായിരിക്കും മുന്നോട്ട്. അപ്പൊ നമ്മള് 2018 108 പേര് ചെയ്തു. 108 ചെയ്തവർക്കും അറിയാം ഞാൻ 108 ഇതിൽ ചെയ്തിട്ടുണ്ടോ ഒരാളെങ്കിലും. അപ്പൊ ഈ 9 വർഷം കൊണ്ട്, അതായത് ശിവലിംഗം ഇപ്പോ വന്നിട്ട് 750 കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പോ. ഒരു ഈ വർഷം 220 കിലോ വെയിറ്റ് കയറി. അടുത്ത വർഷം വരുമ്പോ ഇതിനെ പൊതിയാൻ വേണ്ടി വരുന്നത് 300-320 കിലോ വേണ്ടി വരും. അതാണ് അതിന്റെ കണക്ക്. ഓരോ വർഷം 100, 200, 300 അങ്ങനെ 500 അങ്ങനെ പോകും. ആ സമയത്ത് പിന്നെ പോയിട്ട് വന്നിട്ട് ഇത് 9 ഇഞ്ചിൽ തുടങ്ങി ഇപ്പൊ 16 ഇഞ്ചായി, ഇപ്പൊ 9 ഇഞ്ച്. ആ ഒരു ഇത് സമ്പ്രദായത്തിലും കൂടെയാണ് മഹാദേവനെ നമ്മൾ 18 വർഷം ചെമ്പ്. ഇതിൽ വേറെയും കണക്കുണ്ട്. 18 വർഷം ചെമ്പ്, 19ാമത്തെ വർഷം പഞ്ചലോകം, 18 വർഷം ഇരുമ്പ്, 19ാമത്തെ വർഷം പഞ്ചലോകം, 18 വർഷം ഈയം, 19ാമത്തെ വർഷം പഞ്ചലോകം. ഈ അത് കഴിഞ്ഞ് 5 വർഷം ചെമ്പ്, 5 വർഷം ഇരുമ്പ്, 5 വർഷം ഈയം. ഈ അവസാനത്തെ 5 വർഷം എന്ന് പറയുന്നത് ചെമ്പ്, ഇരുമ്പ്, ഈയം, വെള്ളി, ലാസ്റ്റ് 108ാമത്തെ വർഷം സ്വർണ്ണമാണ്. സ്വർണത്തിലാണ് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം കിണറാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇത് സ്ഥലം എന്ന് പറയുന്നത് കിണറാണ്. ഈ കിണറ്റിനകത്ത് നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. 105ാമത്തെ വർഷം മാത്രമേ ഈ കിണർ തുറക്കുകയുള്ളൂ. അന്ന് ഈ സ്വർണവും വെള്ളിയും ഇതിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഭക്തന്മാർ 1 ഗ്രാം 2 ഗ്രാം എന്ന് വെച്ചാൽ അവരെ കണക്കിൽ അന്ന് 108 വർഷമാകുമ്പോൾ ആ മുഖം ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്നാണ് സ്വർണം എടുക്കാനുള്ളത്. വെള്ളിയും സ്വർണവും ഈ കിണറ്റിൽ നിന്നാണ് എടുക്കാനുള്ളത്. ഈ കിണറ്റിൽ 12 ജ്യോതിർലിംഗത്തിൻ്റെ മണ്ണും നമ്മൾ വച്ച് 12 ജ്യോതിർലിംഗത്തിൽ നിന്നും
ഈ ശേഖരിച്ച ചില്ലറ പൈസ, നമ്മൾ തെണ്ടിയ പൈസ, അതായത് എല്ലാ ഭക്തരിൽ നിന്നും വാങ്ങിച്ച് ചില്ലറ എല്ലാ ജ്യോതിർലിംഗത്തിൽ നിന്നും നമ്മൾ കൈനീട്ടി വാങ്ങിച്ചിട്ടുണ്ട് പൈസ, ചില്ലറ പൈസ. ആ പൈസ ഇതിൻ്റെ അകത്ത് ഇട്ടിക്കുകയാണ്. ആ പൈസയും 12 ജ്യോതിർലിംഗത്തിൽ അഭിഷേകം ചെയ്ത ഭസ്മവും ഈ കിണറ്റിനകത്താണ് ഇരിക്കുന്നത്. അന്ന് ഭക്തർക്ക് ഈ കിണറ്റിലെ ഭസ്മം എടുത്ത് അന്ന് അഭിഷേകം ചെയ്യണം. ഇതിൻ്റെ അകത്ത് സ്വർണം കാണും, വെള്ളി കാണും. ഇത് ഇന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? ബൈല എഴുതിയിട്ടുണ്ട്. അത് 2017 നമ്മൾ അറിവില്ലാത്ത സമയത്താണ് ഇതിപ്പോഴും നമുക്ക് ശിവ അഷ്ടോത്തരോ ഒന്നും പറയാൻ നമുക്ക് ഇപ്പോഴും അറിയില്ല. ഭഗവാൻ ചെയ്യുന്നു, നമ്മൾ ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ എന്താണ്, പക്ഷെ ഇത്രയും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ഇത് മാത്രമല്ല, ഇവിടെ 24 മണിക്കൂറും അഭിഷേകം ആർക്ക് വേണോ വന്ന് നേരിട്ട് അഭിഷേകം ചെയ്യാം. അത് നമ്മൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. രാത്രിയോ പകലോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു രസീതും ഇല്ല. വരിക, അവിടെ നിന്ന് വെള്ളം എടുക്കുക, നേരിട്ട് അഭിഷേകം ചെയ്യുക. പാലോ കരിക്കോ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് ഒരാളെങ്കിലും ഒഴിക്കണമെന്നാണ് നമ്മള് പുതിയ ഒരാൾ ഒഴിക്കണമെന്നുള്ളതാണ്. ഒരു അറിവുണ്ടെങ്കിലല്ലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. 125 വർഷം പോകാനുള്ളതാണ്, 99 വർഷം ഇനിയും പോകണം. അപ്പം ഒരാളുടെങ്കിലും അറിവ് എത്തുക എന്നുള്ളതുകൊണ്ട് എവിടെ ഇത് പിന്നെ ഇത് യാത്ര ചെയ്യുന്ന ശിവലിംഗമാണ്. ഏത് കോവിലിൽ വിളിച്ചാലും നമ്മൾ പോകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ പോയതുകൊണ്ട് ശിവലിംഗം കൊണ്ടുപോകും. ഈ ശിവലിംഗം എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നതാണ്. 26/5/26 നമ്മൾ വീണ്ടും അഖണ്ഡ ഭാരത ജ്യോതിർലിംഗ യാത്ര നടത്തുകയാണ്. 26/5/26 ഈ മെയില് 70 ദിവസം യാത്രയാണ്. ഭഗവാനെ കൊണ്ടുപോവുകയാണ്. ഭഗവാനെ കൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ നേപ്പാളിൽ, കഴിഞ്ഞ പ്രാവശ്യം നേപ്പാളിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് നേപ്പാളിൽ പശുപതി നാളില് 9ാമത്തെ വിഗ്രഹം കൊണ്ടുപോകാതെ നമ്മൾ നേർന്നു. അതുകൊണ്ട് ഒരു ഭക്തൻ നമുക്ക് ഒരു കാര്യസാധ്യതയായി പ്രേംകുമാർ IPS, നമുക്ക് IPS എറണാകുളം കളക്ടർ, എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം. ഈ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് പുതിയൊരു വണ്ടി എടുത്തു തന്നു. മാത്രമല്ല ഈ വർഷം അവസാനം മലേഷ്യ, സിംഗപ്പൂര്, ദുബായ്, 3 കൊണ്ടുപോവുകയാണ്. വിഗ്രഹം കൊണ്ടുപോവുകയാണ്. ഇത്രയും ഭാരമുള്ള വിഗ്രഹം അവര് കപ്പലിലോ ഫ്ലൈറ്റിലോ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എന്താണെന്ന് അറിയില്ല. ഭഗവാൻ തീരുമാനിക്കുന്നു, നമ്മൾ പോകുന്നു. ഇത് ഒരു പൈസയും നമ്മൾ ട്രാവലിങ്ങിന് വാങ്ങിക്കുന്നില്ല. അപ്പം ദൂരോട്ടാണ്. ഇപ്പം ബാംഗ്ലൂർ, മദ്രാസിലൊക്കെ ആണെങ്കിൽ മാത്രം ഡീസലിന്റെ പൈസ മാത്രമേ വാങ്ങിക്കൂ, അല്ലെങ്കിൽ ഡീസൽ അടിച്ചു തന്നാലും മതി. പക്ഷെ തിരുവനന്തപുരത്തോ പരിസര എവിടെ പോയാലും നമ്മൾ ഒരു പൈസ തന്നെ ഒരു കോവിലിൽ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചിട്ടില്ല. അവിടെ കിട്ടുന്ന പൈസ ആ കോവിലിൽ തന്നെ കൊടുക്കും. ഇപ്പം ഇതിന് അഭിഷേകം ചെയ്യുമ്പോൾ ദക്ഷിണ ഇടുമല്ലോ, ആ ദക്ഷിണ നമ്മൾ എണ്ണാതെ പൊതിയാക്കി ആ കോവിലിൽ തന്നെ കൊടുത്തിട്ട് വരുന്നതാണ് നമ്മുടെ സമ്പ്രദായം. എന്നുവെച്ചാൽ അതിന് മാറ്റം വരുത്തിയാൽ നമുക്ക് യാത്ര ചെയ്യാവില്ല. നമ്മൾ പൈസയ്ക്കാണ് ഇത് ചെയ്യണമെങ്കിൽ മഹാദേവനാണ്, കാലകാലേശ്വരനാണ്, നമ്മളെ വച്ചിക്കില്ല. അതിൻ്റെ പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു പൈസയും ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല, ഇനി വാങ്ങിക്കുകയില്ല. അതാണ് നമ്മൾ ബൈൽ ചെയ്തിട്ടുള്ളത്. അത് ആ സത്യത്തെ മുൻനിർത്തി നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു രൂപം. ഈ കേട്ടിരിക്കുന്നത് എന്താണ്, ശരിക്കും വിസ്മയപ്പെട്ടു പോവാണ്. കാരണം നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്നത് പലതും, അല്ലെങ്കിൽ ഇതിന് സംഭവിക്കണമെന്ന് വിചാരിക്കുന്ന പലതും നമ്മളിവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും എല്ലാവരും സമാധാനത്തോടുകൂടി വാഴുന്ന ശംബാല പോലുള്ള സ്ഥലങ്ങൾ, ശംബാലയൊക്കെ ഇവിടെയാണോ ഈ പറയുന്ന കേൾക്കുന്നതിൽ നിന്നാണോ ഉണ്ടാകുന്നതെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഓരോ കാഴ്ചകൾ കാണാം. അതായത് ഒരു കിണർ, അവിടേക്ക് നമ്മൾ നമ്മുടെ ജന്മത്തിൽ ലഭിക്കുന്ന അറിവാകുന്ന നിധി കൊണ്ട് സൂക്ഷിക്കാം. അത് നമ്മളറിയാത്തൊരു കാലത്ത് അതിൽ തന്നെ ഉണ്ട് നമ്മൾ ആ ഒരു സ്വാർത്ഥതയില്ലാത്തൊരു പ്രവർത്തനമുണ്ട്. കാരണം നമുക്കറിയില്ല, നമ്മളുടെ കുട്ടികൾക്കറിയില്ല എന്താണ് സംഭവിക്കുക. പക്ഷേ അന്നത് സംഭവിക്കും എന്നുള്ള ഉറപ്പ്, അത് സംഭവിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കൽ, ഇതൊക്കെയല്ലേ മനുഷ്യജന്മം എന്ന് പറയുന്നത്. ഈ കാലാകാലങ്ങളിലൊക്കെ നമ്മളുടെ മുൻതലമുറയൊക്കെ ഇങ്ങനെ ചെയ്തല്ലേ നമ്മൾ ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാ ജാതി ഭേദമന്യേ അല്ലെങ്കിൽ ഏത് തലത്തിൽ നിൽക്കുന്നു, ഏത് തട്ടിൽ നിൽക്കുന്നു, അങ്ങനെ ഒന്നുമുള്ള ഒരു വിവേചനമില്ലാതെ നമുക്കിവിടെ വന്ന് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാം, ശിവലിംഗത്തെ സ്പർശിക്കാം, ശിവലിംഗത്തെ സ്പർശിച്ച് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല അവർക്ക് 12 ജ്യോതിർലിംഗത്തിലെയും പ്രധാനപ്പെട്ട മണ്ണ് ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 ജ്യോതിർലിംഗങ്ങളുടെയും സാന്നിധ്യം പൃഥ്വീഭാവത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ ജലതത്വം സദാ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാദേവന്റെ സാന്നിധ്യം നിരന്തരമുള്ള ഈ പ്രദേശത്ത് 12 ജ്യോതിർലിംഗ സാന്നിധ്യവുമുണ്ട്, 108 മഹാദേവ സാന്നിധ്യങ്ങളും ചൈതന്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് അനുഭവിച്ചറിയാനാകും. പിന്നെയാണ് നമ്മൾ അഭിഷേകം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ചിതാഭസ്മം, അത് ശിവലിംഗത്തിലേക്ക് ലയിക്കുന്നു. അത് ശിവലിംഗത്തിൽ തന്നെ അഭിഷേകം ചെയ്യുവാനുള്ള
ഒരു അവസരം കൂടി ഇവിടെ ലഭിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഘോഷയാത്ര എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയുക, അവബോധയാത്രയെന്നോ അല്ലെങ്കിൽ ബുദ്ധൻ്റെ വെളിപാടൊക്കെ കിട്ടുമ്പോൾ നടത്തിയിട്ടുള്ള പ്രബോധന യാത്രയെന്നോ അങ്ങനെയൊക്കെയാണ് ഇതിന് പേരിടേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എല്ലാ തരത്തിലും അതിന്റെ ഭാവങ്ങൾ നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുത്ത് ഇതിനെ നയിക്കാൻ വരും. അത് നമ്മളെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാറ് ഇതിൽ മൂന്നാമത്തെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കൂടെ പാലൊഴിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത് ഒരു പൂവായിട്ടെങ്കിലും ഈ 2125 ഇത് പ്രതിഷ്ഠ നടക്കുമ്പോൾ ഇതിലൊരു പൂവായിട്ടെങ്കിലും ഞാൻ ഒന്ന് വീഴും എന്ന് ഈ നമ്മളെ ഇപ്പോഴത്തെ ജയകുമാർ സാറ്. അതാ എല്ലാവരുടെയും മനസ്സിലെ പ്രാർത്ഥനകൾ അത് തന്നെയാവും. അപ്പൊ ശരിക്കും അതെ 2125 എല്ലാവരും പ്രതിഷ്ഠ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ട് മാറും. ലോകത്തിന്റെ, അതായത് ഇന്ത്യയുടെ അല്ല, ലോകത്തിന്റെ ഹൈന്ദവ സംസ്കാരം വളരുകയും അന്ന് നമ്മൾ ഇപ്പം എന്താ പറയുക, സംഘം ഒരു 100 വർഷം ആഘോഷിക്കുന്നത് പോലെ നമ്മൾ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. അതായത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വളരുന്നു. അവരൊക്കെ ചിന്തിച്ചിട്ടാണ് ഈ രാഷ്ട്രീയ കോൺഗ്രസ് ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വളരുന്നത്, കമ്മ്യൂണിസ്റ്റ് എല്ലാം വളർന്നു. അപ്പം അവരൊക്കെ ഈ തലമുറകളെ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ചിന്തിക്കാതെ മഹാദേവനെ മുൻനിർത്തി ഇത് നടക്കും എന്ന് പറയാൻ കാരണം നമ്മൾ ഹൈന്ദവ രക്തമായതുകൊണ്ടാണ്. 2125 പ്രതിഷ്ഠ നടക്കും എന്ന് പറഞ്ഞത് നമ്മൾ ഹൈന്ദവരാണ്. ഹൈന്ദവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2125 ശിവരാത്രി നാളിലാണ് പ്രതിഷ്ഠ. അത് ചെയ്യാൻ പറ്റും അല്ലേ? 2125 ശിവരാത്രി നാളിലാണ് പ്രതിഷ്ഠ. അത് നമുക്ക് പ്രതിഷ്ഠ നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനെ നമുക്ക് കബഡി വെച്ച് നോക്കണ്ട, ഒന്നും നോക്കണ്ട. സാധാരണ എന്റെ യാത്രകളിലൊക്കെ ഞാൻ വിചാരിക്കും ഇനിയിപ്പോ ഒരു ജന്മം എടുക്കേണ്ടി വരരുത്, അതുകൊണ്ട് ജന്മം പൂർത്തിയാകണം തന്നെ നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അറിയാതെ തോന്നിപ്പോണ 2125 ഇവിടെ ഉണ്ടായാൽ കൊള്ളാമെന്ന്. ഏതായാലും ഇത്തരം സത്കർമ്മങ്ങൾ നാൾക്ക് നാൾ നടന്നുകൊണ്ടേയിരിക്കട്ടെ, നിമിഷം പ്രതി നടന്നുകൊണ്ടേയിരിക്കട്ടെ. ഇത്തരം ഭൂമികളിലേക്ക് വരാനും അതിനെക്കുറിച്ച് പറയുവാനുമുള്ള ദൗത്യം അതും നിക്ഷിപ്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറയാണ്, നിങ്ങൾക്കും ഇവിടേക്ക് വരാം. തീർച്ചയായിട്ടും അത് നൽകുന്ന അവിടെ അഭിഷേകം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ഊർജ്ജം വിശേഷം തന്നെയാണ്. പിന്നെ ഈ കാര്യങ്ങളിലെല്ലാം നമ്മളെ കൊണ്ട് എങ്ങനെയാണ് പങ്കുചേരാനാവുക, എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഭാഗമാകാൻ പറ്റുക, അത് ഒരു വലിയ മഹാഭാഗ്യമായിരിക്കും ഭാഗമാകാൻ പറ്റിയാൽ ആലോചിച്ചുകൊണ്ട് ഇവിടെ ഒത്തുചേരുക. എല്ലാ പൗർണമി നാളിലും അമാവാസി നാളിലും 7 മണിക്ക് ഇവിടെ പൂജ നടക്കും. വൈകുന്നേരം 7 മണിക്ക് നമ്മൾ തന്നെയാണ് പൂജ ചെയ്യുന്നത്, പൂജാരിയല്ല, നമ്മൾ തന്നെ. എല്ലാവരും അഭിഷേകം ചെയ്യുന്നു, ജലാഭിഷേകം ചെയ്യുന്നു, പാലഭിഷേകം ചെയ്യുന്നു, തൈരാഭിഷേകം ചെയ്യുന്നു. പിന്നെ അവർക്ക് എന്താണോ കൊണ്ടുവരണം, നെയ്യാണെങ്കിൽ നെയ്യ്, തേനാണെങ്കിൽ കരുക്കാണെങ്കിൽ കരുക്ക്, ഭസ്മമാണെങ്കിൽ ഭസ്മ, കോവളത്തില എന്തായാലും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത്, ചില ദിവസങ്ങളിൽ ദീപമായിരിക്കും, ചിരാതില് വിളക്ക് കത്തിച്ചിട്ട് ആരതി ചെയ്യുക. അങ്ങനെ ചെയ്ത് നമ്മൾ പൂവെല്ലാം വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകാറുണ്ട്. അപ്പോഴിവര് അന്നദാനം നടത്താൻ എല്ലാ പൗർണമിക്കും അമാവാസിക്കും കൂടെ ഭക്ഷണം കൊടുക്കാറുണ്ട് നമ്മൾക്ക്. അതൊന്നും ഒരു പൈസ വാങ്ങിക്കത്തില്ല കേട്ടോ, അതെല്ലാം അവര് തന്നെയാണ് ചെലവാക്കുന്നത്. നന്നായി. അപ്പോൾ ഓർത്ത് വെച്ചോളാം, പൗർണമി അമാവാസി ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളിൽ പൂജകളിൽ പങ്കുചേരാം. അതൊരു ഒരു ശിവതരംഗത്തെ, ശിവ ആത്മചൈതന്യത്തെ നമുക്ക് അങ്ങനെ സ്വാംശീകരിച്ചു. Mochida's Moksha, Journey to the Self.